1980 ഇപ്പൊ 2025 വരെ നിൽക്കുന്നു. ഇതിനിടയിൽ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഓരോ തിരിച്ചുവരവും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഓരോ തിരിച്ചുവരലും ഓരോ അവാർഡ് ഉണ്ടാവും. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? അത് 1991 പിന്നീട് തിരിച്ചു വരുന്നത്. അതിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ 2 അവാർഡ്. അതുപോലെ 2017 തിരിച്ചു വരുന്നതിൽ ഞണ്ടുകളുടെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഭയങ്കര ഒരു ഇഷ്ടം തിരിച്ചു കിട്ടിയ ഒരു സിനിമയായിരുന്നു. എങ്ങനെയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ആ സിനിമയിൽ എത്തിപ്പെട്ടത്? അത് ആ സമയത്ത് ഞാൻ US-ലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഐ തിങ്ക് FB വഴിയൊക്കെയാണ് ഒരു മെസ്സേജ് ഒരിക്കൽ വന്നത്, ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ആക്ടിങ്ങിൻ്റെ കാര്യം. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, നിയർലി 25 ഇയേഴ്സോളം ആയി. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ വെച്ച വല്ല ചുമ്മാ ആൾക്കാർ തമാശ കളിക്കുന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ അവർ സീരിയസ് ആയിട്ട് ഒരു സംഭവമായിട്ട് പറഞ്ഞു. അതായത് പിന്നീട് വീണ്ടും നിങ്ങൾ അറിയാം മാം അങ്ങനെ വിചാരിക്കും, പക്ഷെ അല്ല, ഞങ്ങളിങ്ങനെ സോ ആൻഡ് സോ പോളി ജൂനിയർ മറ്റേ പ്രൊഡക്ഷൻസിൽ നിന്നാണ് എന്നൊക്കെ. അപ്പം അപ്പോഴും എനിക്കും അത് വലിയ പിടിയില്ല എന്താണെന്ന്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഓ നിവിൻ പോളിയുടെ പടമാണല്ലേ. അപ്പോൾ നിവിൻ്റെ പടം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശാന്തി, എന്തായാലും SK എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പോൾ SK അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിവിൻ പോളി. അപ്പോഴാണ് ആ പ്രശ്നം വന്നത്, നിവിൻ പോളി ആരാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അതില്ല. കാരണം ഇത്രയും വർഷം ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നു. ഞാൻ മലയാളം സിനിമകൾ കാണാറില്ലായിരുന്നു. കാരണം പിള്ളേരുടെ കൂടെ ആകുമ്പോൾ മലയാളം കൂടുതലില്ല. സോ കൂടുതലും ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. വെബ് സീരീസ്, TV-യിലുള്ള സംഭവങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞു, അയ്യോ എന്തായാലും SK ഇതിൻ്റെ അത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വർഷം കഴിഞ്ഞ് വരുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിനക്ക് ഒരു പുറത്തോട്ടൊന്ന് വരാനും കൂടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് പക്ഷേ നോക്കാം എന്ന ലൈനിൽ വിട്ടു. കാരണം അപ്പോഴും ഞാനത് സീരിയസ് ആയിട്ട് വേണ്ടെന്ന് തന്നെ ആയിരുന്നു. എനിക്ക് പറ്റൂല എന്ന്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു അഭിനയം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ത്യയിലോട്ട് ഞാൻ ആ സമയത്ത് വന്നപ്പോഴേക്കുമാണ് പിന്നെ അൽത്താഫൊക്കെ വീണ്ടും ഞാൻ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ അവർ എങ്ങനെയോ ബാംഗ്ലൂരിലൊക്കെ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ ആ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ മാം, അതൊന്ന് കേട്ടിട്ട് പിന്നെ ഡിസൈഡ് ചെയ്യും. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം, കാരണം ദേ വാണ്ടഡ് ആൻ ആർട്ടിസ്റ്റ് ഹൂ ഇസ് എ നോൺ ആർട്ടിസ്റ്റ്, പക്ഷെ കുറെ കാലമായിട്ട് കാണാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, ഒരു പുതുമ വേണം ആ രീതിയിൽ, പക്ഷെ ഒരു പുതു ആൾക്കാർ വേണ്ടതാനും. അതായിരുന്നു അവരുടെ മൈൻഡിലുള്ള പ്രിയപ്പെട്ട ആരെങ്കിലും. അതെ, അവർക്ക് അങ്ങനെ വേണം എന്നായിരുന്നു. അപ്പോൾ പക്ഷേ അത് ഞാൻ വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ എന്നെ നേരിട്ട് കാണാൻ വരുന്നു. പിന്നെ ആ പടത്തിൻ്റെ സ്റ്റോറിയും കൂടെ കേട്ടപ്പോഴേക്കും ഞാൻ വീണുപോയി. ഞാൻ പറഞ്ഞു ഓക്കെ, പെർഫോമൻസ് തന്നെയാണ് അതിലുണ്ടായിരുന്നത്. താങ്ക് യു. എന്റെ ഫസ്റ്റ് ഫിലിം ഫെയർ അവാർഡും അതാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാ തിരിച്ചുവരവിലും ഒരു അവാർഡ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം ലെജൻഡറി സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു ന്യൂ കമേഴ്സ് ആണ് ഇപ്പോൾ അൽത്താഫൊക്കെ എന്ന് പറയുമ്പോൾ പുതിയ സംവിധായകരാണ്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഭയങ്കര ഡിഫറൻസ് തോന്നി. കാരണം വെച്ചാൽ നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ടെക്നോളജിയുടെ വ്യത്യാസമുണ്ട്. സോ പണ്ട് ഇവരുടെ ഭരതേട്ടൻ്റെയും പപ്പേട്ടൻ്റെ ഒക്കെ പോലത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്പോഴൊന്നും നമുക്ക് വേറൊരു ഐഡിയ ഇല്ലല്ലോ. അതായത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അങ്ങനത്തെ ക്യാമറാസ് ആണ്, അങ്ങനത്തെ ഒരു ക്രൂ ആണ്, പിന്നെ ഇതുപോലത്തെ മോണിറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എത്രയും 81-ലാണ് നിദ്ര ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ ഇങ്ങനത്തെ ക്യാമറ വർക്കും പിന്നെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രെയിം വർക്കും അവരുടെ ഈ ആർട്ട് ഡയറക്ടറും കൂടിയായിരുന്നു ഭരതേട്ടൻ. അപ്പോൾ വരയ്ക്കുമായിരുന്നു ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം. അങ്ങനത്തെ ഒക്കെയാണ് ഇവർ എടുത്തത്. അപ്പോൾ നമ്മൾ അതും പിന്നെ ഡയറക്ടർ ക്യാമറയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു ആളായിരിക്കും. അപ്പം തന്നെ ആയിരിക്കും പിന്നെ നമ്മൾക്ക് റെസ്പോൺസ് കിട്ടുന്നത് ഫ്രം ദ അപ്പോൾ ക്യാമറാമാൻ എന്നാണ് വിളിച്ചുകൊണ്ടത്. DOP ഒന്നും നമുക്കറിയില്ല. ഒരു ക്യാമറാമാൻ ആണ്, നമുക്കൊരു അസോസിയേറ്റ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും. എല്ലാവരും ജസ്റ്റ് തൊട്ടാണ്. അപ്പൊ നമുക്ക് ഡയറക്ടറിന് ആക്ഷൻ ഒക്കെ പറയുമ്പോൾ ഡയറക്ടർ തന്നെയായിരിക്കും ചിലപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലോസപ്പ് ഒക്കെ എടുക്കുന്നതും ഒക്കെ. സോ നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതില്ല ഇതല്ല ശാന്തി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും ഇതിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞണ്ടുകളിൽ. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പ്, അപ്പം നമ്മളൊക്കെ കൊച്ചിലെ കേട്ടിട്ടുള്ളത് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്ന സംഭവം, ഞാൻ പറഞ്ഞു
അതൊക്കെയാണോ എന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അയ്യോ അൽത്താഫ് പറഞ്ഞു അയ്യോ അങ്ങനില്ല മാം, ജസ്റ്റ് നമ്മളെല്ലാം കൂടി എത്രയോ വർഷമായില്ല, അപ്പോൾ ഒന്ന് എല്ലാ ഒരു ക്രൂ ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ കൊച്ചി വരുന്നത്. ഇത്രയും കൊച്ചി വന്നപ്പോൾ ഇവരെല്ലാവരും അവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ ലാലുണ്ട്, പിന്നെ നമ്മുടെ അൽത്താഫ്, DOP എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് പിന്നെ എനിക്ക് അൽത്താഫ് പറഞ്ഞു ഒരു കോസ്റ്റ്യൂംസ് നോക്കി, മേക്കപ്പ് നോക്കി, അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു സീൻ തന്നിട്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ സൈജു കുറുപ്പുണ്ട്, അപ്പോൾ സൈജുവും ഞാനും ആ ഡോക്ടറും പേഷ്യൻ്റ്, അപ്പോൾ ആ ഒരു സീന് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു മാമിൻ്റെ ഒരു രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അത് എന്താ ഇവരുടെ ക്യാരക്ടർ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല നമ്മുടെ മൈൻഡിൽ. പിന്നെ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അവർക്ക് അതായിരുന്നു ഒരു ചെറിയൊരു ടെൻഷൻ, എങ്ങനെയാണ് മാം ഇനി വീണ്ടും അതിലേക്ക് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം ഞാനത് നോക്കിയിട്ട് ഫസ്റ്റ് ഞാനത് അഭിനയിക്കുമ്പോൾ അത് കുറച്ച് നാച്ചുറലി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് അവർ പോകുന്നു, അവർ അറിഞ്ഞു അവർ ക്യാൻസർ ഉണ്ടെന്ന്. അപ്പോൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സീനായിരുന്നു. പക്ഷെ ശരിക്കും എടുത്തതിൻ്റെ വ്യത്യാസം ഉണ്ട് നമ്മൾ പടത്തിൽ. പക്ഷെ ആക്ച്വലി ഞാൻ അവിടെ പോയിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തത് ഇച്ചിരി ഇമോഷണൽ ആയിട്ടാണ്. കാരണം നമ്മൾ നാച്ചുറലി ആ ഒരു സ്കൂളിൽ വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ മോഡേൺ സ്റ്റൈലിൽ ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാനത് സീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്നാ പറയൂ ഡോക്ടർ, അപ്പൊ ആ രീതിയിലായിരുന്നു. പക്ഷെ അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ആ ഒരു നാച്ചുറലി അവർ പിന്നീടാണ് പറഞ്ഞത്, പിന്നെയാണ് മനസ്സിലായത് മാമിന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല, ഒരു കുഴപ്പമില്ല, മാം അങ്ങ് കൂളായിട്ട് അങ്ങ് കയറി വീണ്ടും അഭിനയിക്കാൻ. സോ ഇറ്റ് വാസ് ലൈക്ക് ആസ് ദോ യു ഹാവൻറ്റ് ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി അറ്റ് ഓൾ എന്നൊരു ഫീൽ. അപ്പോൾ അവർക്ക് അതൊരു ഹാപ്പിയായി. പിന്നെ നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ സീനൊക്കെ എടുക്കുമ്പോൾ അൽത്താഫ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഭയങ്കര ബോൾഡാണ് ഈ ക്യാരക്ടർ. സോ അവർ ഒരിക്കലും ആ ഒരു ഇമോഷണലേ അല്ല ആ രീതിയിൽ. ബാക്കിയുള്ളവരാ കരയുന്നത്, അതിൽ അങ്ങനെ പറയും എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ പോരുതെന്ന് പറയുന്നുണ്ടല്ലോ, മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്നൊക്കെ. സോ അതിലും ഡോക്ടർ പറയൂ ഈ സ്റ്റൈലാണ് അവിടെ കിടക്കുന്നത്. സോ ആ ഒരു ഇന്റർപ്രിട്ടേഷന്റെ വ്യത്യാസം അൽത്താഫ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹീസ് ലൈക്ക് എ വെരി ബോൾഡ് ഡയറക്ടർ. അതായത് ക്ലിയർ കട്ടായിട്ട് പിക്ചർ ഉണ്ട് പുള്ളിയുടെ മൈൻഡിൽ. സോ ഹീ ഹാസ് നോ ഹെസിറ്റേഷൻ ടു ടെൽ യു. എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പൊ ഞാനുണ്ടായിരുന്നു, ലാലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അൽത്താഫിന് അങ്ങനെ ഒരു അയ്യോ ഇങ്ങനെയാ സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാനും ആദ്യം തന്നെ പറഞ്ഞു എന്തുണ്ടെങ്കിലും യു ഹാവ് ടു ടെൽ മീ. സോ ആ രീതിയിൽ അൽത്താഫ് ആ കാര്യത്തിന് എന്നെ വളരെയധികം സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തു. കാരണം ഒരുപാട് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യവും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മളത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യാം ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഡബ്ബിങ്ങും ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഒരു വോയിസിൻ്റെ ഒരു ചേഞ്ച് വേണം ഞങ്ങൾക്ക്. ഒരിക്കലും ഇനി വീണ്ടും ഒരു പുതിയ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ഒരു സിമിലർ വോയിസസ് ഒരു ഫീൽ വരും. അപ്പോൾ മാം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട് ഡബ്ബിങ് തുടങ്ങിയത് തന്നെ പറയാം സ്വന്തമായിട്ട്. അത് ഇന്ന് വരെ ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ് ഡബ് ചെയ്തത്. ആദ്യ സിനിമകളിലൊക്കെ അത് ബിക്കോസ് മലയാളം ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ നിദ്രയിലൊക്കെ വരുമ്പോൾ ABC അറിയില്ല, മലയാളം അറിയേയില്ല. ഇൻഫാക്ട് എല്ലാം എഴുതി തലേ ദിവസം സ്ക്രിപ്റ്റ് അതിൻ്റെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയലോഗ് പിന്നെ ലളിത ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതെ, അപ്പൊ ആ സമയത്ത് ഫസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു കോട്ടയം ശാന്ത ചേച്ചി എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവരാണ് ചെയ്തത്. പിന്നെ ആനന്ദവല്ലിയാണ് പിന്നീട് ചെയ്ത് കുറെ ഭാഗ്യലക്ഷ്മി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ലിസി, അങ്ങനെ കുറെ പേര് മിക്സ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ April 19 എന്നൊരു ബാലേന്ദ്രമേന്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ആദ്യമായിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബാക്കിയെല്ലാം അതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മോസ്റ്റ്ലി ചകോരം ഒക്കെ ആനന്ദവല്ലി ചേച്ചിയായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ വന്നപ്പോഴാണ് സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയത്.